ഓപ്പറേഷൻ തൂഫാൻ അന്തർ സംസ്ഥാന ലഹരിക്കടത്ത സംഘത്തിന്റെ സൂത്രധാരനായ നൈജീരിയൻ സ്വദേശി ഡൽഹിയിൽ നിന്നും അറസ്റ്റിൽ. കാറിന്റെ ഡീസൽ ടാങ്കിനുള്ളിൽ ഒളിപ്പിച്ച് ബംഗളൂരുവിൽ നിന്നും ഇടനിലക്കാരൻ മുഖാന്തരം കടത്തിക്കൊണ്ടുവന്ന 395.296 ഗ്രാം MDMA പിടികൂടിയ കേസിൽ അന്തർ സംസ്ഥാന ലഹരിമരുന്ന് സംഘത്തിലെ മുഖ്യ സൂത്രധാരനായ വിദേശിയെ പന്തളം പോലീസ് ഡൽഹിയിൽ നിന്നും അറസ്റ്റ് ചെയ്തു. നൈജീരിയൻ സ്വദേശിയായ സാമുവൽ ക്ലപ്സൺ ഒക്കഫോർ ആണ് പന്തളം പോലീസിന്റെയും പത്തനംതിട്ട ജില്ലാ ഡാൻസ് ഓഫ് ടീമിന്റെയും സംയുക്ത നീക്കത്തിലൂടെ ഡൽഹിയിൽ പിടിയിലായത്. പത്തനംതിട്ട ജില്ലാ പോലീസ് മേധാവിക്ക് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ സബ് ഇൻസ്പെക്ടർ എം മനീഷിന്റെ നേതൃത്വത്തിലുള്ള ഡാൻസ് ഓഫ് സംഘം കഴിഞ്ഞ മെയ് 15 പന്തളം വലിയ പാലത്തിന് സമീപം വെച്ച് നടത്തിയ വാഹന പരിശോധനയിലാണ് കേസിനാസ്പദമായ ലഹരിമരുന്ന് പിടികൂടിയത്. ബംഗളൂരുവിൽ നിന്നും KL 10 BG 5696 നമ്പർ കാറിന്റെ ഡീസൽ ടാങ്കിനകത്ത് ഒളിപ്പിച്ച് കടത്തുകയായിരുന്ന 395.296 ഗ്രാം MDMA അന്ന് പിടിച്ചെടുത്തത്. കാറിലുണ്ടായിരുന്ന ഒന്നാം പ്രതി 33-കാരൻ മുഹമ്മദ് ഷാ ഏഴംകുളം, രണ്ടാം പ്രതി 36-കാരൻ ഷംനാഥ് പറക്കോട് എന്നിവരെ സംഭവ സ്ഥലത്തു നിന്നും പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. തുടർന്നുള്ള കേസിന്റെ അന്വേഷണത്തിലേക്ക് പത്തനംതിട്ട ജില്ലാ പോലീസ് മേധാവി R ആനന്ദിന്റെ നിർദ്ദേശപ്രകാരം പത്തനംതിട്ട ജില്ലാ നർക്കോട്ടിക് സെൽ DYSP KS പ്രകാശ്, അടൂർ DYSP BS പ്രദീപ് കുമാർ എന്നിവരുടെ നേതൃത്വത്തിൽ പന്തളം ഇൻസ്പെക്ടർ SHO V സജീഷ് കുമാർ, SI മാരായ മനീഷ്, UV വിഷ്ണു, ASI ഷൈൻ, പോലീസ് ഉദ്യോഗസ്ഥരായ അൻവർ ഷാ, രഞ്ജിത്ത്, ശ്രീരാജ്, ജിതിൻ എന്നിവരെ ഉൾപ്പെടുത്തി പ്രത്യേക അന്വേഷണ സംഘം രൂപവൽക്കരിച്ച് അന്വേഷണം നടത്തി വരികയായിരുന്നു. തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ അറസ്റ്റിലായ പ്രതികളുടെ മൊബൈൽ ഫോണുകളും ബാങ്ക് അക്കൗണ്ടുകളും കേന്ദ്രീകരിച്ച് നടത്തിയ ശാസ്ത്രീയ അന്വേഷണത്തിലാണ് വൻ ലഹരി പണമിടപാടുകൾ പുറത്തുവന്നത്. ഒന്നാം പ്രതി മുഹമ്മദ് ഷായുടെ ഭാര്യ ഷെബീന ഖാൻ സ്വന്തം അക്കൗണ്ടിൽ നിന്നും 3,12,000 രൂപ സാമുവൽ ക്ലപ്സൺ ഒക്കഫോറിന്റെ ബാങ്ക് അക്കൗണ്ടിലേക്ക് അയച്ചു നൽകിയതായി കണ്ടെത്തി. തുടർന്ന് തെളിവ് നശിപ്പിക്കാൻ ശ്രമിച്ച ഷെബീന ഖാനെ മെയ് 18 പോലീസ് അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്തിരുന്നു. സാമുവൽ ക്ലപ്സനെ കുറിച്ച് പോലീസ് നടത്തിയ വിശദമായ അന്വേഷണത്തിൽ ഇയാൾക്ക് ഹിമാചൽ പ്രദേശിലെ ഷിംല സദർ പോലീസ് സ്റ്റേഷനിൽ സമാനമായ രീതിയിൽ NDPS ആക്ട് പ്രകാരം നിലവിൽ കേസുണ്ടെന്ന് വ്യക്തമായി. ഇതോടെ ഇയാളെ കേസിൽ മൂന്നാം പ്രതിയായി ഉൾപ്പെടുത്തി അന്വേഷണം ഊർജിതമാക്കി. പ്രതി ഡൽഹിയിലുണ്ടെന്ന കൃത്യമായ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ പന്തളം പോലീസ് സ്റ്റേഷൻ സബ് ഇൻസ്പെക്ടർ UV വിഷ്ണു, ഡാൻസ് ഓഫ് സബ് ഇൻസ്പെക്ടർ M മനീഷ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക പോലീസ് സംഘം ഡൽഹിയിലെത്തുകയും ഒളിവിൽ കഴിഞ്ഞിരുന്ന പ്രതിയെ ജൂൺ 5 കസ്റ്റഡിയിലെടുത്ത് അറസ്റ്റ് രേഖപ്പെടുത്തുകയുമായിരുന്നു. കേരളത്തിലേക്ക് വൻതോതിൽ മാരക ലഹരി മരുന്നുകൾ എത്തിക്കുന്ന അന്തർ സംസ്ഥാന ശൃംഖലയിലെ പ്രധാന കണ്ണിയാണ് പിടിയിലായ സാമുവൽ ക്ലപ്സൺ ഒക്കഫോർ. പ്രതിയെ പന്തളം പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചു. ഇയാളെ കൂടുതൽ ചോദ്യം ചെയ്യുന്നതിലൂടെ ലഹരിമരുന്ന് കടത്ത സംഘത്തിലെ മറ്റു കണ്ണികളെക്കുറിച്ചും സാമ്പത്തിക സ്രോതസ്സുകളെക്കുറിച്ചും കൂടുതൽ വിവരങ്ങൾ വരും ദിവസങ്ങളിലും ലഭ്യമാകുമെന്ന് ജില്ലാ പോലീസ് മേധാവി അറിയിച്ചു. കഞ്ചാവ്, MDMA കൂടാതെ നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ ഉൾപ്പെടെ കടത്തിക്കൊണ്ടുവരികയും വിൽപ്പന നടത്തുകയും ചെയ്യുന്ന സംഘത്തിനെതിരെയുള്ള നടപടികൾ കൂടുതൽ ഊർജിതമാക്കി തന്നെ തുടരുമെന്നും അദ്ദേഹം അറിയിച്ചു. ആ പ്രതികളിൽ നിന്ന് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഫർദർ ഇൻവെസ്റ്റിഗേഷൻ നടത്തിയതാണ്. അവിടെ കസ്റ്റഡിയിലെടുത്ത് ചോദിച്ചതും നമുക്ക് കിട്ടിയ തെളിവുകളുടെ അടിസ്ഥാനത്തിലും നമുക്ക് അന്വേഷിച്ചപ്പോൾ ഈ സപ്ലൈ ചെയിനുള്ള ഒരു പ്രധാന കന്യാണ് ഇദ്ദേഹമാണ് ഈ സാമുവൽ ക്ലപ്സൺ. ഇദ്ദേഹം ഒരു നൈജീരിയൻ നാഷണലാണ്. ന്യൂസ് ബ്യൂറോ, പന്തളം.